ഹൈക്കോടതിയിൽ നവീൻ ബാബു കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ ഹൈക്കോടതി മികച്ച അന്വേഷണമാണ് നടക്കുന്നത്. കേസ് ഡയറിയിൽ ഇത് വ്യക്തമാണ് എന്ന് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശം. ആ ഡീറ്റെയിൽസ് കാരണം ഇന്ന് CBIയുടെ ഒരു അന്വേഷണം വേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന് പിന്നാലെ കുറച്ചുകൂടി വ്യക്തമായ ഡീറ്റെയിൽസ് വരികയാണ്. ബിനിലുണ്ട്. ബിനിൽ, ഭാര്യയുടെ ആവശ്യം, കുടുംബത്തിന്റെ ആവശ്യമാണല്ലോ ഈ CBI അന്വേഷണം വേണമെന്നത്. അതിന് പറ്റിയൊരു ഗ്രൗണ്ട് ഇല്ല എന്ന് ഹൈക്കോടതി ഒരു ഉത്തരവ് എടുത്തതിന്റെ അല്ലെങ്കിൽ പുറപ്പെടുവിച്ചതിന്റെ കാരണം എന്താണ്? കുറച്ചുകൂടി ഡീറ്റെയിൽസ് എന്താണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ബിനിൽ? പ്രതീക്ഷ, ഹൈക്കോടതി എന്തുകൊണ്ട് CBI അന്വേഷണത്തിന് ഈ കേസ് വിട്ടില്ല എന്നതിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ആ വിധിന്യായത്തിലൂടെ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം കേസ് ഡയറി വിശദമായി പരിശോധിച്ചുവെന്ന് കോടതി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് മുൻപാണ് ഇതിൽ വാദം കേട്ട കോടതി വിധി പറയാനായി മാറ്റിയത്. അതായത് കേസ് ഡയറി നന്നായി പഠിക്കാൻ തന്നെയുള്ള സമയം കോടതിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കേസ് ഡയറി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് മികച്ച രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു എന്നതാണ് ഹൈക്കോടതിക്ക് ആ കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നതാണ് ആ ഉത്തരവിൽ കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് CBIക്ക് കൈമാറണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ വേണം. അത്തരത്തിലൊരു കാരണവും കോടതിക്ക് ഈ കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്ന് ബോധ്യപ്പെടുന്നില്ല. അതായത് സുപ്രീം കോടതിയുടെയും മറ്റ് കോടതികളുടെയും ഒക്കെ തന്നെ മുൻ ഉത്തരവുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി പറയുന്നത് ഒരു കേസ് ഒരു സ്റ്റേറ്റ് പോലീസിൽ നിന്നെടുത്ത് CBIക്ക് കൈമാറണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ വേണം. അൺഫെയർ ആയിട്ടുള്ള അന്വേഷണമാണ് എന്ന് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ മാൽഫൈഡ്സ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഒന്നും തന്നെ ഈ കേസിൽ കോടതിക്ക് ആ കേസ് ഡയറി പരിശോധിച്ച ശേഷം ബോധ്യപ്പെടുന്നില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് CBIക്ക് കൈമാറാനുള്ള ഒരു കൃത്യമായ ഒരു കാര്യകാരണങ്ങൾ ഹർജിക്കാരിക്കും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി കോടതി ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ ആരോപണമാണ് പ്രധാനമായും വന്നിരുന്നത്. അതായത് ഭരണകക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് PP ദിവ്യ. അതുകൊണ്ട് ഈ കേസിൽ ശരിയായ അന്വേഷണം നടക്കില്ല എന്നതായിരുന്നു ഹർജിക്കാരിയായ മഞ്ജുഷയുടെ ഒരു ആശങ്ക. അത് കോടതി ഇതിൽ മറുപടി നൽകുന്നുണ്ട്. അതായത് പ്രതിക്ക് ഒരു ഭരണകക്ഷിയുമായി ഒരു രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ഒരു കേസ് CBIക്ക് കൈമാറാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് നിലവിലുള്ള അന്വേഷണം തൃപ്തികരമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. ബന്ധപ്പെട്ട ആ രീതിയിലാണ് ഇപ്പോൾ ഈ FIR അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ആണ് നടക്കുന്നത്.